പോയിട്ട് ക്ലാസ് വാങ്ങിയാലും കന്നഡ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടത് എനിക്ക് തന്നെ അറിയില്ല, ഇംഗ്ലീഷിലായിരുന്നു. പറയുന്നത് ഇക്കൊക്കെ മനസ്സിലാവില്ല, ഇക്ക പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഓരോരോ മുഖം നോക്കുമായിരുന്നു. ഇത് കൊണ്ടിട്ട് നമുക്കൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ലൈഫിൽ വന്നിട്ടില്ല. എന്താണ് ഊതു ഊതു ഇങ്ങനത്തേത്. ഇത് അണിയനാണ്, ഇതുപോലത്തെ ബോൾ പോലത്തെ. ഇഷുക എങ്ങനത്തേതാണ്. Hi, welcome back to Malabar Manjati YouTube channel. So ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡേയ്സ് ആണ്. അതായത് കുട്ടികൾക്ക് കുറച്ച് എന്താ പറയും, എന്തിനാണ് പോകുന്നത്, പിന്നെ വേറെ ഹെയർ കട്ട് ചെയ്യാനുണ്ട് വൈകുന്നേരം. കൂട്ടി പോകണം ഓതവിടെ. ഞാൻ വരാം. നീ പോയോ, നീ പോ, നിനക്ക് ഭയങ്കര സ്നേഹമല്ലേ, നീ പോ. ഞാൻ വരാം ഇതായിട്ട് വരാം. നീ പോ, ഞാൻ ഷൂ എല്ലിട്ട് വരും. പോ. ഇരുന്നുണ്ട് ഷൂ ഇടുന്നവരെ കാത്ത് നിൽക്കാണ് ഒരാൾ. ഓക്കെ, ചെറുത് വലുത് കാത്ത് പോയി. ഞാൻ സ്റ്റെപ്പിൽ പോവും, അവർ സംടൈം പോയി. ഞാൻ ഷൂഡണ്ടേ ഞാൻ കുറച്ച് ഇത് പിടിക്ക്. ആൾക്കാരോട് പറയും എന്താ കരയരുത് എന്താ കരയുന്നേ, കരയെന്തിനാ. നീ ഷർട്ട് ജീൻസ് പാൻറ്റെല്ലാം ഇട്ടിട്ട് ആരെങ്കിലും കരയോ? ഷർട്ട് ജീൻസ് പാൻറ്റെല്ലാം ഇട്ടിട്ട് ആരെങ്കിലും കരയോ? കരയില്ലല്ലോ. എന്താ വെച്ചാൽ നീ വലിയ ആളാണിപ്പോൾ. മുമ്പ് തന്നെ കുട്ടികൾ ഓർഡറാണ്. പിസ്സ മാളിൽ പോയിട്ട് എനിക്ക് ഗ്ലാസ് വാങ്ങിത്താന്ന്. സ്കൂൾ തുടങ്ങണായേ. പിസ്സ മാളിൽ പോയിട്ട് ഗ്ലാസ് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും. സൺഗ്ലാസ് റോഡ് സൈഡിലൊക്കെ കിട്ടും. കാരണം ഇവർക്ക് കോസ്റ്റ്ലി മറ്റേ ബ്രാൻഡഡൊക്കെ വാങ്ങി ഇതില്ല, എന്താണ്, നോ വാല്യൂ. കാരണം ആ പൈസ വെള്ളത്തിലിട്ടതുപോലെയാണ്. അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കല്ലോ. കാരണം ഒരു പ്രാവണ യൂസ് ചെയ്യുന്നേ, പിന്നെ അതിന് വിവരണ ഇല്ല. അത് കളിക്കാനിട്ട് പൊട്ടിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യമാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പോവാണ്. ഇവിടെ ഇരുന്ന് കാക്കുന്നോ ബാങ്ക് പോയിട്ടാണ് സാധനം വാങ്ങാണ്. കുട്ടികൾക്കൊക്കെ ബാഗ്സ് ഒക്കെ വാങ്ങണം. ആദ്യം ഫസ്റ്റ് നമ്മൾ കുറച്ച് ബാങ്ക് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് പോയിട്ടാണ്. ഇവിടെ ഈ റോഡ് നല്ല ഒരു സൂപ്പർ റോഡാണ്. കുട്ടികൾ വണ്ടിയിൽ ഇതാ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് ടയർഡായി. ടച്ച് ആക്കരുത്, സ്ക്രീൻ ടച്ച് ആക്കരുത്. പിന്നെ വരുന്നുണ്ട് ഗൈസ് വിശേഷങ്ങളൊക്കെ. ഐ ഹോപ്പ് എല്ലാവരും എൻ്റെ വീഡിയോ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സ്ലാങ്ങിൽ കുറച്ച് ആൾക്കാർക്ക് ഡിഫറൻസ് ഉണ്ടാവും, കേൾക്കും. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും റെഗുലർ എനിക്ക് എൻ്റെ വ്ളോഗിൽ വന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു മടിയാണ്. ഇത് ഏത് ഭാഷയാണ്, ഇത് മാംഗ്ലൂർ. ആക്ച്വലി എൻ്റെ ഫ്രം കേരള തന്നെയാണ്, ബട്ട് ഞാൻ പഠിച്ച് വളർന്നതൊക്കെ മാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ തന്നെ സെറ്റായതാണ്. പക്ഷേ ഭാഷ ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവാമല്ലോ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ 2 കുട്ടികളോട് സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പോൾ അവരെ സ്ലാങ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ സ്ലാങ് വ്യത്യാസം കാണുന്നില്ല. പിന്നെ ചിലത് നമ്മൾ ഇവിടെ ബാംഗ്ലൂരിലൂടെയാണ് കുട്ടികളോട് മാത്രമാണ് മലയാളം സംസാരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സിനോടായിട്ട് മലയാളം സംസാരിക്കും. എനിക്ക് മലയാളി ഫ്രണ്ട്സാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരോടും കുറച്ച് സംസാരിക്കും. പിന്നെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ ബേരി സംസാരിക്കും, മാംഗ്ലൂർ ലാംഗ്വേജ്, നക്കണിക്ക് എന്ന് പറയും. പിന്നെ എൻ്റെ മാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിനോടാണെങ്കിൽ കന്നഡ സംസാരിക്കും. പിന്നെ ഇവിടുത്തെ ഹിന്ദുസ് ആണെങ്കിൽ അവരോട് തുളു ലാംഗ്വേജ് സംസാരിക്കും. അവിടെയൊക്കെ മിക്സ് ആയിട്ട് എല്ലാത്തിനും സ്ലാങ് ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പം എൻ്റെ എന്താ പറയുക, ഞാനിപ്പോൾ സംസാരിക്കുന്നത് തുളു ലാംഗ്വേജിലാണെങ്കിൽ അതിൻ്റെതായ ഒരു സ്ലാങ് വ്യത്യാസം ഉണ്ടാവും. അത് തുളു ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഇവർ തുളിൻ്റെ ആൾക്കാരല്ല, ഇവർ ആ ഒരു ലാംഗ്വേജ് പഠിച്ച് സംസാരിക്കുന്നതാണ്. പിന്നെ മലയാളം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ 7 years പഠിക്കാൻ തുടങ്ങിയിട്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഏട്ടത്തിക്ക് മാത്രം അറിയില്ലായിരുന്നു. ഞാൻ ഇക്കനോട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടത് എനിക്ക് തന്നെ അറിയില്ല, ഇംഗ്ലീഷിലായിരുന്നു.
പിന്നെ 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 ഞാൻ പറയുന്നത് ഇക്കൊക്കെ മനസ്സിലാവില്ല, ഇക്ക പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഓരോരോ മുഖം നോക്കുമായിരുന്നു. ഇത് കൊണ്ടിട്ട് നമുക്കൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ലൈഫിൽ വന്നിട്ടില്ല. എന്താ വെച്ചാൽ രണ്ടാൾക്കും ലാംഗ്വേജ് അറിയില്ല. ഇക്ക എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇക്ക അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇക്ക ദ്വേഷത്തിൽ പറയുന്നതാണോ അതോ സന്തോഷത്തിൽ പറയുന്നതാണോ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇക്ക ചിരിച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ചാലും മനസ്സിലാവുമോ ഇതെന്തോ സമാധാനത്തിൽ പറയാണ്, സന്തോഷത്തിൽ പറയാനുള്ളത്. കുറച്ച് ഞാൻ റിയാക്ഷൻ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് തിരിച്ച് പറയാനുള്ള ഒരു ഭാഷ പെട്ടെന്ന് എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആവുമായിരുന്നു ഏത് കാര്യത്തിൽ. ഇക്കാണെങ്കിൽ അത്ര എനിക്ക് ദേഷ്യം വരുന്നത് കുറവാണ്. ഇപ്പം കുട്ടികളെല്ലാം ആയ ശേഷമാണ് എനിക്ക് കുറച്ച് ദേഷ്യം വരെ ഇങ്ങനെ കാണിക്കുമ്പോൾ വരുന്നല്ലാതെ. പക്ഷെ ഇക്കനോട് എനിക്ക് ഫാമിലിനോടെല്ലാം അങ്ങനെ ഒക്കെ പെട്ടെന്നൊരു ദേഷ്യം വരില്ല. പക്ഷെ ഇപ്പം എനിക്ക് കുട്ടികളായിട്ട് സ്ട്രെസ്സൊക്കെ കൂടുമ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊരു ദേഷ്യം കയറും. പിന്നെ മറ്റുള്ളൊന്നും ഉണ്ടാവില്ല. ഇത് മിഞ്ഞാന്ന് ഞാനൊരു ഡ്രൈവേഴ്സിന്റെ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ ആക്കി പറയാം. എന്തെങ്കിലും പറയണ്ടെന്ന് മൊയ്സ. അപ്പോൾ ഇന്ന് മൊയ്സിന്റെ മീഷുവിന്റെ ഹെയർ കട്ട് ചെയ്യണം, മൊയ്സിന്റെ പല്ല് കാണിക്കണം. യാറബ് എത്രമാത്രം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അടി. പിന്നെ ചോദിക്കുന്നത് ഇത് ഡിമാർട്ട് പോകുന്നില്ല എന്ന്. ഡിമാർട്ട് പോകുന്നത് എന്തായാലും പോവും. അപ്പൊ ഉമ്മ പോയിട്ട് ഞാൻ ബോറടിച്ചിരിക്കാണ്. ഉമ്മാനെ പോയിട്ട് വെയിറ്റ് ചെയ്ത് എനിക്ക് വയ്യ. ഇത് എവിടെ നിന്നാണ് വല്ല് കിട്ടിയ മൊയ്സ്? അതെന്താ അടിച്ച് കളിക്കല്ലേ. പിന്നെ ഇന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളിട്ടിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ ട്രാഫിക് സമയത്താണ് മൊയ്സ് തുടങ്ങുന്നത്. വലുതാണെങ്കിൽ മുണ്ടല്ലേ മൊയ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിൽക്കും. മൊയ്സ് അങ്ങനെയല്ല, മിണ്ടല്ലേ എന്ന് പറഞ്ഞാലും മൊയ്സ് എന്നെ കഴുത്ത് പിടിക്കുക, എൻ്റെ ഷോൾ വലിക്കുക, എൻ്റെ മുടി വലിക്കുക ഒക്കെ ട്രാഫിക്കിൻ്റെ സമയത്ത്. ഇല്ലെങ്കിൽ ഞാൻ യൂ ടേൺ ചെയ്യുന്ന സമയത്തായിരിക്കും, ഇല്ല 2-3 റോഡൊക്കെ ഉള്ള സമയത്താണ്. അപ്പുറത്ത് വണ്ടി ആ സമയത്താണ് ഇവൻ എൻ്റെ പേപ്പറിൽ മുഖത്ത് കടിച്ച് ബ്ലോക്കാക്കി. ഇന്നലെ അങ്ങനെ തന്നെ ആയിട്ടോ. ഒരു യൂ ടേണിന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ വണ്ടി നിപ്പിക്കുകയാണ്, ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി നിപ്പിക്കുമ്പോൾ മുമ്പിലൊരു വണ്ടി ഉണ്ട്, ഇപ്പറൊരു വണ്ടി. എനിക്ക് 2 മിറർ നോക്കണം. മുമ്പിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് മൊയ്സ് പേപ്പറിൻ്റെ കഷ്ടം കൊണ്ടുവന്ന മുഖത്ത് ഇങ്ങനെ വെച്ചിട്ടാണ്. യാറബ്ബ എനിക്ക് ഇതുപോലെ ചെയ്യുന്നത് പോകുമ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഉമ്മ ഒന്നൊന്ന് പിടിക്കാവണോ നോക്കുന്നു. ഡ്രൈവിങ് ഒരു നിമിഷം മതി അങ്ങോട്ടും ഇങ്ങോട്ടായാലോ. അതെന്ന് പറഞ്ഞാൽ തിരക്കുള്ള റോഡ്, അപ്പുറം വണ്ടിയൊക്കെ സ്പീഡ് വരുന്ന റോഡിലാണ് നമുക്ക് യൂ ടേൺ ചെയ്യണം. അപ്പോൾ കുട്ടികളെല്ലാം അങ്ങനെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ് ചെയ്യാൻ. അപ്പോൾ ഉമ്മ അതിനാണ് വണ്ടി എടുക്കണ്ട, കുട്ടിയെല്ലാം അവർ കുറച്ച് മെച്ചൂർ ആവാതെ വണ്ടി എടുക്കണ്ട, ഉമ്മ ഇല്ലാതെ ഞാൻ വണ്ടി എടുക്കുന്നില്ല. അതിനാണ് അവർ മെച്ചൂറായ ശേഷം ഒറ്റക്കെല്ലാം പോകുമ്പോൾ പ്രശ്നമില്ല അവരെ കൂട്ടിയിട്ട്. ഇപ്പം അവരെ കൂട്ടിയിട്ട് ഞാൻ ഒറ്റക്ക് ഡ്രൈവിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസിയുള്ള കാര്യമൊന്നല്ല, ബുദ്ധിമുട്ടാണ്. ആയാലും എനിക്ക് ഇപ്പം ഡ്രൈവിങ് ചെയ്ത് സ്കൂട്ടി തൊടാൻ പറ്റുന്നില്ല. ഇപ്പം ഭയങ്കര വെയിലും കൂടിയാണ്, വെയിലത്ത് പോകാനേ ഇഷ്ടമല്ല. അതാണ് ഈ കാറിനെ മതിയെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഞാൻ പുറത്തൊന്നും അത്ര ഒന്നും പോകാറില്ല ഇപ്പോൾ, കാരണം ഇവർക്കൊന്ന് സ്കൂളൊന്നും സ്റ്റാർട്ട് ആവട്ടെ. പിന്നെ ഞാൻ ഉമ്മായിട്ടൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇവരെ കൂട്ടിയിട്ടൊന്നും നമുക്ക് ചിലവും കൂടുതലാണ്. ഇവർക്ക് അപ്പം വിശക്കുന്നു, വെള്ളം വേണം, അത് ഇതൊന്നൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ പോകും വരും, അല്ലാതെ പെട്ടെന്ന് വണ്ടിയിൽ പോവാ പെട്ടെന്ന് വരാം അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം കണ്ടില്ല. അപ്പോൾ ജ്യൂസ് ഇപ്പോൾ ഇത് നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. ആദ്യമായിട്ട് ഇത് ക്യാമ്പ. ഇത് ഇപ്പം ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് കുടിക്കുന്ന കാണിച്ചു. ഇന്നും എനിക്ക് ഓപ്പൺ ചെയ്ത ആവശ്യം ഞാൻ കുടിക്കട്ടെ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി പൊട്ടിച്ചത് നീ എടുക്കുമെന്ന് ചോദിക്കാൻ. ഞാൻ 4 മുതലല്ല 1-ാം തീയതി മുതൽ ജിമ്മിലേക്ക് യാത്ര തുടങ്ങുകയാണ്. എൻ്റെ 2 months ലീവിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്തതും അവരെ ടേക്ക് കെയർ ചെയ്തതെല്ലാം മതി. ഇനി അവരെ സ്കൂളിൽ കിട്ടാനായി. ഇതുവരെ വീട്ടിലിരുന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി കുറച്ച് ദിവസം എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണം, എൻ്റെ ശരീരത്തിന് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി ഒക്കെ ആയിട്ട്. അപ്പം അതിൻ്റെതായ ഒരു പരിപാടിയിലാണ്. അപ്പം ഇത് ലാസ്റ്റാണ്. ഇന്ന് ഞാൻ 13th ഷുഗർ, കാർബോഹൈഡ്രേറ്റ് ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. 2 മാസത്തിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഡയറ്റും ചെയ്തിട്ടില്ല. ഇന്ന് ലാസ്റ്റാണ്. ഓൾറെഡി ഞാൻ ഏതൊക്കെ വർക്കൗട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ആ ഡയറ്റിൻ്റെത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രേ ദിവസം അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്നൊരു ഡയറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നും ആവില്ല. പക്ഷെ വെയിറ്റ് കുറഞ്ഞിട്ട് ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണം. ഒരുപാട് ആൾക്കാർ പറയാൻ തുടങ്ങി നിങ്ങൾ വെയിറ്റ് വെച്ചു. എനിക്ക് എൻ്റെ വെയിറ്റ്
ഞാനിതൊന്നും ടെൻഷൻ ഒന്നല്ല വെയിറ്റ് വെച്ചത്. ഞാൻ സന്തോഷത്തിലൂടെ തന്നെയാണ് വെയിറ്റ് വെച്ചത്. നല്ല ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് വെയിറ്റ് വെച്ചത്. അനാവശ്യ ഫുഡുകൾ വാരി വെച്ചിട്ടൊന്നുമല്ല, ഹോംലി ഫുഡാണ് കഴിച്ചിട്ട് വെയിറ്റ് വെച്ചത്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ കാണുന്നവർക്ക്, എന്നെ നോക്കുന്നവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് ഞാൻ വെയിറ്റ് വെച്ചത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെനിക്ക് ഭയങ്കര സങ്കടമാവും സംടൈംസ്. ലൈറ്റിങ്സ് ആണ് കേട്ടോ. ഇന്ന് ബാൽക്കണി ഒരു ലൈറ്റ് വേണമായിരുന്നു എനിക്ക്. അതുണ്ടോ എന്ന് നോക്കാൻ വന്നത്. കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ബ്രൈറ്റിലാണ് വേണ്ടത്. നല്ല ബ്രൈറ്റ് ഉള്ളത്. അത് നമ്മുടെ വീട്ട് പുതിയ വീട് വാങ്ങാൻ പഠിക്കാം. ഇല്ല ബ്രൈറ്റ്, ഇതുവാ ബ്രൈറ്റ് അല്ലത്. ഇതാ ಓಕೆ ಓಕೆ ಅದಾಗಿದೆ. ಸಿಟ್ಔಟ್ ಹೊರಗಡೆ ನಂಗೆ ಸ್ವಲ್ಪ ಬ್ರೈಟ್ ಬೇಕು. ಅದಕ್ಕೆಷ್ಟು? 12 അങ്ങനെ കഴിച്ചിതാ കണ്ട നമ്മൾ വന്നത് ഗ്ലാസ് ഇത് ലൈറ്റിൻ്റെ ഷോപ്പ് കേട്ടോ. ഒരു ലൈറ്റിങ്സ് ആണ്. 2-3 ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ബാൽക്കണിക്ക് ഒരു ലൈറ്റ് വേണമായിരുന്നു. പിന്നെ ബാൽക്കണിക്കും പിന്നെ ഒരു എൻ്റെ വേർഡ്രോബ് വാങ്ങിയിട്ടില്ല, അവിടെ ഒരു ലൈറ്റിങ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ലൈറ്റിങ്സ് ഷോപ്പിൽ വന്നു. എന്താ ഇട്ട് നോക്കോ? ട്രോളി ബാഗ് എല്ലാം അവിടെ ഇല്ല കേട്ടോ അവർക്ക്. കാണിക്കും മൊയ്സ് ബാക്ക് സൈഡ് കുട്ടിയുടെ ബാഗാണ് കേട്ടോ. ഇത് നോക്കാം. ഞാനുണ്ടല്ലോ ഇതാ ഇത് ബാഗ് നോക്കും. ഏത് കിട്ടിയ അത് വാങ്ങും. ഓക്കെ ഇറ്റ്സ് ഗുഡാ കേട്ടാ. ബിഗാവുന്നില്ലല്ലോ, കുറച്ച് ബിഗാവും. ഓക്കെ ഗുഡാ. ഇത് ബാഗ് ഇങ്ങനെ കുഞ്ചിലിട്ടിട്ട് തന്നെ ഇരിക്കാം. സ്കൂളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബോട്ടിൽ സ്റ്റീലിൻ്റെ കൊടുക്കണം. അപ്പോൾ സ്റ്റീലിൻ്റെ തന്നെ വാങ്ങേണ്ടി വരും. ഇങ്ങനത്തേതുള്ളത് പൊട്ടോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക്. എന്താ ഇത് ഇഷുക്ക് അങ്ങനത്തേതാണ്. ഇഷു നിനക്ക് ഇങ്ങനത്തേതാണോ? മൊയ്സ് ബാഗിൽ വെച്ചോ, മൊയ്സിൻ്റെ ബാഗിൽ വെച്ചോ. മൊയ്സിൻ്റെ ബാഗിൽ ഇഷുക്ക് അങ്ങനത്തേതാണ്. വേഗം പറയും. നിന്റെ ബാഗിൽ വയ്ക്കട്ടെ. എനിക്ക് ഇതുപോലത്തെ സ്ട്രോ ഉള്ളത് വേണോ അല്ല ഓപ്പൺ ആണോ? ഇതുപോലെ ആവാ. വേഗം പറയണം. സ്ട്രോ ഉള്ളത് വേണോ ഓപ്പൺ ആവോ? ഏത് പറയും വേഗം, ടൈമില്ല. അവൻ ആലോചിക്കുന്നുണ്ട്. ഏതാവും? സ്ട്രോ ഉള്ളതാവാ ഇതുപോലത്തതാവാ? ഇങ്ങനത്തതോ? ഓക്കെ, അവനക്ക് സ്ട്രോ ഉള്ളത് പോലത്തെ കുട്ടികളതാണല്ലോ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ചീപ്പ് വാങ്ങിയതിന് ഇഷു പറയേ ഉമ്മച്ചിന്ന് ഒരു സാധനം തൊടാൻ പാടില്ല. ഉമ്മച്ചിന്ന് എന്താ പറയുന്നത്? ഉമ്മച്ചിന്ന് ഞമ്മളെ സാധനം മാത്രം വാങ്ങല്ലേ എന്ന്. അതായത് അവർക്ക് എന്താണ് മൊയ്ജത്? എന്താണിത്? റേസർ വെച്ചിട്ടാണ് ഷോപ്പിംഗ് ചെയ്തിട്ട് ലൈറ്റില്ല ചിലൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ബില്ലിങ് ഭയങ്കര റഷാണ് കേട്ടോ. ഭയങ്കര റഷ് ബില്ലിങ്. ഫുള്ള് ട്രോളി നിറച്ചിക്കണം. എല്ലാ കുട്ടികളുടെ സാധനം. ഞാൻ കൊക്കനട്ട് ഓയിൽ മാത്രം വാങ്ങിയിട്ടുള്ളൂ. ഇപ്പം എല്ലാവരും വീട്ടിൽ പോലെ തന്നെ ഇതാ. ഇതിപ്പോൾ 2 ദിവസം ഇതിൽ തന്നെ ഞാൻ കൊതുപത്തിയ വെച്ചിട്ട് ചേർക്കട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതിങ്ങനെ നല്ലോണം കത്തും, കണലാവും. കാണുന്നുണ്ട് കണലാവുന്നത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ലൊരു 2 hours 3 hours നമ്മൾ ആ ഒരു ഊതിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ നിൽക്കുക. വേണമെങ്കിൽ ഇത് 2-3 അടിക്കാം. എനിക്ക് തോന്നുന്നു പേഴ്സണൽ ഞാൻ പറയുന്നെങ്കിൽ അതിൻ്റെ കാര്യമില്ല കേട്ടോ. 1 മാത്രം അടിച്ചാൽ മതിയാവും. കുറച്ച് ഒരു കണലിട്ടാൽ 2 മണിക്കൂർ വരും ഇത്. അപ്പം
അപ്പം ഞാനിത് വാങ്ങുന്നത് യൂത്ത് ഫേസിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇത് ഇങ്ങനത്തതാണ് ഞാൻ വാങ്ങുന്നത്. ഇന്നാണ് പുതുതായിട്ട് ഞാൻ കൊണ്ടുവന്നത്. ഇന്ന് പുതുതായിട്ട് കൊണ്ടുവന്ന അത് ഊതുണ്ടാണ്. ഊതും ഇങ്ങനത്തേത്. ഇത് അണിയനാണ്. ഇതുപോലത്തെ ബോൾ പോലത്തെ അണിയൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇനിയും സ്മെല്ലാണ്. ഇതിതാ ഇങ്ങനെ ഒന്നിടാം. ബോൾ മീൻസ് ഒരു 600 അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അനിയൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞു. പിന്നെ ഇത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളത് അല്ലൂതോ. ഇതും നല്ല സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പേഴ്സണലി. ഇത് ഈ രീതിയിൽ വരും കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് വാങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടാണ്. ആൽക്കഹോൾ ഫ്രീ ആണ്. ഇതാണ് ഇടാൻ പറ്റത്. ഓക്കെ. അപ്പം ഇത് ഞാൻ യൂത്ത് ഫേസിൽ നിന്നാണ് വാങ്ങിയത്. 600 റുപ്പീസ് കൊടുത്തു. 600 കൊടുത്താലും പ്രശ്നമില്ല. പിന്നെ ഓക്കെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോവാം. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ നല്ലൊരു സ്മൂത്ത് ആൻഡ് നല്ലൊരു സ്മെല്ലാണ്. എന്താ പിടിക്കുന്നതാ? പിടിക്ക്. ആർക്കാ വേണ്ട? പിടിക്കതാ. പിടിക്കേ. ആ പിന്നെന്താ പിടിക്കുന്നു. പിന്നെ ഇത് കുട്ടികളുടെ റൂമാണ്. അപ്പോൾ വലിയ വീടൊക്കെ ആണെങ്കിൽ ഇത് ഒന്ന് മതിയാവല്ലോ. റൂമിലേക്ക് വേറെ, ഹാളിലേക്ക് വേറെ അങ്ങനെ ഇടണം. പിന്നെ ഞാനിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ടാവും. ഹാളിൻ്റെ ഇവരും മുട്ടത്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് എല്ലാ വാതിലടച്ചു വെക്കും കേട്ടോ. ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട്. എന്താ മീസ്? പിന്നെ ഏത് പിടിക്കാൻ പറഞ്ഞേ? അതൊന്നും പിടിക്കാൻ പറ്റില്ല. ഇതും ഡോറും ബാൽക്കണിൻ്റെ ഡോറാണ്. ഇതും ക്ലോസ് ചെയ്യും. പവർ സ്മെല്ലുണ്ടല്ലോ അതുപോലെ നിൽക്കട്ടെ. സ്മെല്ല് ഇതുപോലെ നിൽക്കും. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും ഇത് പുക വരോ, മതിൽ പുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പുകേൻ്റെ അങ്ങനത്തെ ഒരു സ്മോക്കിൻ്റെ ആ ഒരു പ്രശ്നമേ ഇല്ല. നല്ല ഒരു സ്മോക്കാണ്. അതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ ഫുള്ള് വീട് ഒരു നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. അതിപ്പോൾ മഴ സീസണിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ കുട്ടികൾക്ക് ഞാനിവിടെ വേറെ റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ടി വി ഉണ്ട്. ഹാളിലൊരു ടി വി ഉണ്ട്. ഇതൊക്കെ ഞാൻ പിന്നോട് കാണിച്ചു തരാം. ഇവിടെ പണിയുണ്ട് ഓൾറെഡി. ഞാൻ ഇപ്പം ഇത്ര പറയാം. എൻ്റെ ഇവിടെ ഫാമിലി വരുന്ന കേട്ടോ. പിന്നെ ഗൈസ് ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഈ ഒരു സാധനം കേട്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് വാങ്ങുന്നത് ഓക്കെ. ഇത് വാങ്ങുന്നത് കള്ളത്ര പറയാൻ ഈ കൊടുപ്പത്തിൽ തന്നെ പഠിച്ചിട്ട്. ഓക്കെ. നിനക്ക് എവിടെ നിന്നാണ് പൈസ വാങ്ങാണ്? സെക്യൂരിറ്റി നോട്ട് പറഞ്ഞിട്ട് സെക്യൂരിറ്റി കൊടുത്തെത്ര. ഓക്കെ സെക്യൂരിറ്റി. എനിവേ ഇത് ഭയങ്കര വേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ സ്മോക്ക് ഒന്നിട്ടാലുണ്ടല്ലോ അതുപോലെ തന്നെ എത്തും. ഒരു തവണ കത്തിപ്പോയ സ്മോക്ക് ഈ രണ്ടാമത്തെ തവണ ഇതിൽ കത്തൂല. ഇതിന് സ്പേസ് മതിയാവാത്തതാണ്. എന്താണ് അതിൽ എപ്പോൾ നോക്കിയാലും ആ ഒരു ഇട്ട സ്മോക്കും അതുപോലെ തന്നെ വണങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് ബ്ലാക്കിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു 10 മിനിറ്റ് ഇതിൽ കത്തും. അതങ്ങനല്ല കേട്ടോ. അതിൽ ഫുള്ള് സ്മോക്ക് ഫുള്ള് ബേർണായിട്ട് 2 hours വരെ അത് ബേർണായിട്ട് അത് വെണ്ണൂരാവുന്ന വരെ അതിൽ കത്തിട്ടുണ്ടാവും. ഇത് വേസ്റ്റാണ്. ഇത് വാങ്ങുന്നത് ഇതില്ല. ഇത് ഇന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് ഞാൻ സ്പൂണൊക്കെ ഇട്ടതാണ്. അതും കാണിക്കുന്നതാണ് കേട്ടോ. സ്പൂണൊക്കെ ഇട്ടത്. സോ പിന്നെ ഇതിവിടെ എഗ്ഗൊക്കെ വേവിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ കൊതുബത്തി അങ്ങനത്തേതൊക്കെ ഞാൻ കൊതുൻ്റെ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഊതിൻ്റെ അവറും കുറച്ച് നട്ടത്. ഇതാണ് നമ്മൾ കൊതുബത്തി. കൊതുക്കെ വന്നാൽ പത്തി കുത്തുന്നത്. ഇതാണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ വാങ്ങിയതാണ്. നല്ല സ്മെല്ലുണ്ട്, പ്രശ്നമില്ല. ഇത് കർപ്പൂരം ഉണ്ടാവല്ലോ, അതാണ്. ഇത് മഷി ചാർക്കോൾ. ഇതിൽ കെട്ടിയത് ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് ബ്രദർ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉമ്മ അത് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം കൊണ്ടുവന്നതാണ്. ഈ മഷി ഉണ്ടല്ലോ, ഈ മഷി ഇപ്പോൾ വീണതല്ലേ, വേറെ മഷി ഉണ്ടായിരുന്നു. ഇതൊക്കെ മഷിയാണോ അതോ ഇതെല്ലാം ബഹൂറാണ്. അതിനെന്നെ ഇട്ടുവിടാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനൊന്ന് കത്തിക്കാം.